നമസ്കാരം അഗാരിക്കസ് മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്പർ പാർട്ട് 3 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് അബണ്ടന്റ് കോമ്പൗണ്ട് ഓൺ എർത്ത് ദാറ്റ് ഈസ് മാനുഫാക്ചർഡ് ബൈ ലിവിംഗ് ഓർഗാനിസം. ആൻസർ ഓപ്ഷൻസ്: സ്റ്റാർച്ച്, സെല്ലുലോസ്, ജെലാറ്റിൻ, കൊളാജൻ. കറക്റ്റ് ആൻസർ ഈസ് സെല്ലുലോസ്. സെല്ലുലോസ് കാണുന്നത് പ്ലാന്റ്സിന്റെ സെൽ വാളിലാണ്. സ്ട്രക്ചറൽ ഹോമോപോളിസാക്കറൈഡിന് എക്സാമ്പിൾ ആണ് സെല്ലുലോസ്. ബീറ്റാഡി ഗ്ലൂക്കോസ് യൂണിറ്റ് കൊണ്ടാണ് സെല്ലുലോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലിങ്കേജ് ബീറ്റ 14 ആണ്. ഡീറ്റെയിൽസ് ഐകാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ചേർക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മെച്യൂർ എറിത്രോസൈറ്റ്സ് ഡു നോട്ട് കണ്ടെയ്ൻ. ആൻസർ ഓപ്ഷൻ: glycolytic enzyme, HMP shunt enzymes, pyridine nucleotide, ATP. Correct answer is pyridine nucleotide. Third question, antigenic determinant of human blood group antigen is. Answer options: carbohydrates, lipid, polypeptide, amino acid. Correct answer is amino acid. ആൻറ്റിജൻസ് എല്ലാം പ്രോട്ടീനേഷ്യസ് നേച്ചർ ആണ്. പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡ് കൊണ്ടാണ്. ആൻറ്റിജൻ ഡിറ്റർമിനന്റ് ഓഫ് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജനെയാണ് എപ്പിടോപ്പ് എന്ന് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, നോർമൽ അറ്റ്മോസ്ഫിയറിക് എയർ കണ്ടെയ്ൻ. ആൻസർ ഓപ്ഷൻസ്: 2% ഓക്സിജൻ, 12% ഓക്സിജൻ, 21% ഓക്സിജൻ, 34% ഓക്സിജൻ. Correct answer is 21% oxygen. നോർമൽ അറ്റ്മോസ്ഫിയറിക് എയറിലെ 21% ഓക്സിജനും 78% നൈട്രജൻ ഗ്യാസും 0.934% ആർഗൺ, 0.0314% കാർബൺ ഡയോക്സൈഡും പിന്നെ വേറെ കുറേ ഗ്യാസുമാണ് അറ്റ്മോസ്ഫിയറിക് എയറിൽ കോമൺ ആയിട്ട് കാണുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, oxygen releasing prokaryotes first appeared at least. Answer options: 600 million years ago, 1.5 billion years ago, 2.5 billion years ago, 3.4 billion years ago. Correct answer is 3.4 billion years ago. Sixth question, cholera toxin increases cyclic AMP levels by. Answer options: inhibiting cAMP phosphodiesterase, modifying GS protein, binding to adenylate cyclase, binding to hormone. Correct answer is binding to adenylate cyclase. Cholera toxin multimeric protein complex ആണ്. ഇത് സെക്രീറ്റ് ചെയ്യുന്നത് വിബ്രിയോ കോളറെ ബാക്ടീരിയ ആണ്. ഈ ടോക്സിൻ സെൽ മെംബ്രെയിൻ ക്രോസ് ചെയ്തിട്ട് എൻസൈം അഡിനിലേസ് സൈക്ലേസിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ATP കൺവേർട്ട് ചെയ്തിട്ട് സൈക്ലിക് AMP ആകും. സെവൻത് ക്വസ്റ്റ്യൻ, ദ ഔട്ടർ മെംബ്രെയിൻ ഓഫ് ന്യൂക്ലിയർ എൻവലപ്പ് ഈസ് ഡയറക്ട്ലി കണ്ടിന്യൂസ് വിത്ത്. ആൻസർ ഓപ്ഷൻസ്: ഗോൾഗി കോംപ്ലക്സ്, ലൈസോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, പെറോക്സിസോംസ്. കറക്റ്റ് ആൻസർ ഈസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എയ്ത്ത് ക്വസ്റ്റ്യൻ, generation of antigenic peptide for MHC class 1 occurs in. Answer options: endoplasmic reticulum, cytosol, Golgi apparatus, endosome. Correct answer is cytosol. MHC-യുടെ ഫുൾ ഫോം എന്നുള്ളത് മേജർ ഹിസ്റ്റോ കോമ്പാക്റ്റബിലിറ്റി കോംപ്ലക്സ് എന്നാണ്. ഇതൊരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻ ആണ്. സെൽ സർഫസിലാണ് ഇതിനെ കാണുക. ഡീറ്റെയിൽസ് മുൻ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ നന്നായിരിക്കും. Ninth question, all humans start producing antibodies only after they are. Answer options: infected with a pathogen, immunized with an antigen, exposed to an antigen, none of these. Correct answer is exposed to antigen. ഇമ്മ്യൂൺ റെസ്പോൺസ് സ്റ്റാർട്ട് ആകണമെങ്കിൽ ആദ്യം ആന്റിജനും ആന്റിബോഡിയും തമ്മിൽ ഇന്ററാക്ഷൻ നടന്നിട്ട് വേണം. 10th question, intron splicing of nuclear mRNA occur. Answer options: in the cytoplasm, on polysomes at the start of translation,
after transport into cytoplasm, during transport from nucleus to cytoplasm. Correct answer is during transport from nucleus to cytoplasm. RNA transcriptലെ non-coding section ആണ് introns. 11th question. Penicillin blocks bacterial growth by inhibiting. Answer options: peptidoglycan breakdown, assembly of 70S ribosome from its subunits, amino acylation of tRNAs, transpeptidation reaction. Correct answer is transpeptidation reaction. പെൻസിലിൻ ഒരു ആൻറ്റിബയോട്ടിക് ആണ്. കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. പെൻസിലിൻ ബാക്ടീരിയയിലുള്ള സെൽ വോൾ സിന്തസിസിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. പെൻസിലിൻ ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈമായി ബൈൻഡിംഗ് നടത്തിയാണ് സെൽ വോൾ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. 12th question. A 70 kb fragment is cloned in. Answer options: bacteriophage vector, cosmid vector, yak vector, phagemid. Correct answer is yak vector. yak വെക്ടറിന്റെ ഫുൾ ഫോം എന്നുള്ളത് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം വെക്ടർ ആണ്. ഇത് കാണുന്നത് ഈസ്റ്റിലാണ്. യാക്കിന്റെ സൈസ് എന്നുള്ളത് 10K ബേസ് പെയർ ആണ്. 13th question. Aldose sugar is. Answer options: glycerose, ribulose, erythrulose, dihydroxyacetone. Correct answer is glycerose. ഗ്ലിസറാൽഡിഹൈഡിനെയാണ് ഗ്ലിസറോസ് എന്ന് പറയുന്നത്. ബാക്കി തന്നിട്ടുള്ള എല്ലാ ഓപ്ഷൻസും കീറ്റോസസിന്റെ എക്സാമ്പിൾസ് ആണ്. ആൽഡോസ് ഷുഗറും കീറ്റോ ഷുഗറും തമ്മിലുള്ള ഡിഫറൻസ് മോണോസാക്രൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐക്കാർഡിലും ചേർക്കുന്നതാണ്. 14th question. Triose sugar is. Answer options: glyceraldehyde, ribose, erythrose, fructose. Correct answer is glyceraldehyde. റൈബോസ് എന്നുള്ളത് പെൻഡോസ് ഷുഗറിന് എക്സാമ്പിൾ ആണ്. എറിത്രോസ് ടെട്രോസ് ഷുഗറിന് എക്സാമ്പിൾ ആണ്. ഫ്രക്ടോസ് ഹെക്സോസ് ഷുഗറിന് എക്സാമ്പിൾ ആണ്. ഡീറ്റെയിൽസ് മോണോസാക്രൈഡ് എന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 15th question. Pentose sugar is. Answer options: triose, ribulose, erythrose, fructose. Correct answer is ribulose. triosum erythrosum ട്രയോസ് ഷുഗറിന് എക്സാമ്പിൾ ആണ്. ഫ്രക്ടോസ് ഹെക്സോസ് ഷുഗറിനും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.